lucky mascot of Curry and Spices RanjusOwn. Keep watching. മസാല ഓട്സിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ഓട്സ്, പിന്നെ എണ്ണ 1 ടേബിൾ സ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, 1 പച്ചമുളക്, സവോള ഒരു ചെറിയ സവോള. 1 കപ്പിന് ഒരു ചെറിയ സവോള, അല്ല ഇപ്പം വലിയ സവോളയാണുള്ളതെങ്കിൽ പകുതി മതിയാവും. ഇപ്പം സവോളയുടെ പോലെ തന്നെ ടൊമാറ്റോയും ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ ഒന്ന് ഫുൾ എടുക്കാം. നോർമൽ സൈസിലുള്ള ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് പകുതി മതി. പിന്നെ ക്യാപ്സിക്കം ഓപ്ഷനാണ്, വേണ്ടവർക്ക് എടുത്താൽ മതി. ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതെല്ലാം ഇടാൻ പറ്റും. 1 ടേബിൾ സ്പൂണേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിയില 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 പിഞ്ച്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെള്ളം. ഇപ്പം 1 കപ്പ് ഓട്സിന് 2 കപ്പ് വെള്ളം വേണം. അപ്പം മസാല ഓട്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം പാൻ ഒന്ന് ചൂടായി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം ജീരകം ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ജീരകം കണ്ട് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് പച്ചമുളക്, സവോള. ഈ സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. സവോള ഒന്ന് പെട്ടെന്ന് വഴറ്റാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി സവോള, അപ്പോഴത്തേക്ക് ആയി കിട്ടും. ഇതിലേക്ക് നമ്മളുടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ടൊന്നിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് ഈ ടൊമാറ്റോ ഒന്ന് വേവണം. എന്തൊന്ന് ആ ഒരു പൾപ്പ് പോലെ ആവില്ലേ, അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റോളായി. ടൊമാറ്റോ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, അതേപോലെ നിങ്ങളിപ്പോൾ ക്യാരറ്റ് ഇടുകയാണെങ്കിൽ ക്യാരറ്റ് ഇതെല്ലാം ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഓട്സിലേക്ക് ഈ മസാല എല്ലാം ഒന്ന് മിക്സ് ആവും. ഇനിയും 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ ഒഴിക്കുക. അപ്പം ഈ സമയത്ത് ഉപ്പ് വേണ്ടി വരും. നമ്മൾ കുറച്ചല്ലേ മുമ്പേ ആ ഉള്ളി വഴറ്റുമ്പോൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. ഒരു 5 മിനിറ്റ് ആയി. ഓട്സൊക്കെ നന്നായിട്ട് വെന്തു. ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്കത് കുറച്ചൊന്ന് കോരി കുടിക്കാനുള്ളതല്ലേ. അപ്പം കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒരു തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ചാൽ മതി. ശരിക്കും കുറച്ചൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് മസാല ഓട്സിനുള്ളത്. ഇനി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഗാർണിഷ് ചെയ്ത് എടുക്കാം. നമ്മൾ മല്ലിയിലയൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ മസാല ഓട്സ് ഇവിടെ റെഡി. 10 മിനിറ്റ് മതി അരിയാനും ഉണ്ടാക്കാനും എല്ലാം കൂടെ. ടോട്ടൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ റെഡി. ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാം. ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.